ഹലോ ഗായ്സ്, നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മൾ മാത്രമല്ല നമ്മളെ ഫാമിലീസും ഉണ്ട്. ഇന്ന് വന്നിട്ടുള്ളത് കയ്യൂർ കയാക്കിംഗ് പാർക്കിലാണ്. നമ്മളെ ഫാമിലിയായിട്ട് ഒന്നിച്ച് വന്നിരിക്കാനും വൈകുന്നേര സമയങ്ങളിൽ സൺസെറ്റ് കാണാനും ദ ബെസ്റ്റ് ഓപ്ഷനാണ് കയ്യൂർ കയാക്കിംഗ് പാർക്ക്. ഞങ്ങൾ ഏകദേശം 5:30 ആകുമ്പോൾ അവിടെ എത്തി. 6 മണി വരെ കയാക്കിങ് അലൗഡ് ഉള്ളൂ. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 7 മണി വരെയൊക്കെ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്ക് കളിക്കാനുള്ള സൗകര്യമുണ്ട്. ഇതുണ്ടോ, കറക്റ്റ് 6 മണിയാകുമ്പോൾ തന്നെ ഇവരെല്ലാം എടുത്തു വെക്കലായി. ഇപ്രാവശ്യം നമ്മൾ വന്നപ്പോൾ കയാക്കിംഗ് ഒന്നും ചെയ്തില്ല. മുന്നേ വന്നിട്ടാകുമ്പോൾ, അതായത് 2 വർഷം മുന്നേ വന്നപ്പോൾ നമ്മൾ കയാക്കിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഇടാം കേട്ടോ. ഇതിനകത്ത് കയറാൻ വേണ്ടിയിട്ട് അവർ ചെറിയൊരു എൻട്രി ഫീസ് ഈടാക്കുന്നുണ്ട്. പിന്നെ കയാക്കിങ്ങിന് സെപ്പറേറ്റ് പേയ്മെൻറ്റ് ചെയ്യണം. പിന്നെ ഇവിടുന്ന് ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കായാലും എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണെന്ന്. അതിലൊന്നാണ് ഇത്. അച്ഛനും അമ്മയും ഇളയപ്പനെല്ലാം ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത്. ഇളയപ്പൻ ഗൾഫിലാണ്, അതുകൊണ്ട് തന്നെ വരാൻ പറ്റിയിട്ടുണ്ടായിട്ടാ. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയാറില്ലേ, അതുപോലെ തന്നെയായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തിട്ടാട്ടോ അന്ന് പോയത്. നമ്മൾ പിള്ളേരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരലുണ്ടെങ്കിൽ ആ സമയത്തൊന്നും ഇങ്ങനത്തെ റൈഡിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ സമയത്ത് പിള്ളേർക്ക്, ചെറിയ കുഞ്ഞുങ്ങൾക്ക് കളിക്കേണ്ട സ്ലൈഡിങ്, ഊഞ്ഞാൽ അങ്ങനത്തതേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ എല്ലാവർക്കും പ്രായഭേദമന്യേ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ നൈനുവിന് കളി എന്ന് പറഞ്ഞാൽ പ്രാന്താണ്. ഏതെങ്കിലും പിള്ളേരെ കണ്ടാൽ മതി, ഏത് പ്രായത്തിലെ പിള്ളേരായാലും ആ പിള്ളേരൊക്കെ പോയി കളിച്ചോളും. ഞാൻ അതിലിരുത്തുന്ന സമയത്ത് എന്നോട് നൈനു പറഞ്ഞു അതിൻ്റെ ഇടയിലേ കാലിട്ടിട്ടാണ് ഇരിക്കണ്ടേന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, അങ്ങനെ ഇരുന്നോ. ശരിക്കും പറഞ്ഞാൽ നൈനു ഇരിക്കുന്ന പോലെ ഇരുന്നാലല്ലേ സേഫ്. വലിയ കുട്ടികൾക്കാവില്ല, പക്ഷെ എങ്കിൽ ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെയല്ലേ സേഫ്. അത് കഴിഞ്ഞ് നമ്മളൊരു വീഡിയോ എടുക്കാന്നില്ല എൻ്റെ കഷ്ടപ്പാടില്ല കേട്ടോ. ഇത് കാല് നല്ലോണം താഴെ ടച്ച് ആവുന്നെന്ന്, അതുകൊണ്ടൊരു രസമില്ല. ഇതില്ലേ, ഞങ്ങൾ വെറുതെ ആടി ഇരിക്കുന്ന സമയത്ത് സീസോയിലിരുന്ന് ആടാൻ വേണ്ടിയിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് വെറുതെ ഒന്ന് ആടി നോക്കാം. വലിയവർക്ക് കയറാവുന്നൊന്നും അറിയില്ലായിരുന്നു ആ സമയത്ത്. അങ്ങനെ വെറുതെ ആടി നോക്കിയതാണ്. പണ്ട് ചെറുപ്പത്തിലാണ് ഇതുപോലെ സീസോയിലെല്ലാം കളിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പാണൊന്ന് കളിക്കാൻ പറ്റിയതിലെല്ലാം. അതിൻ്റെ ഇടയിൽ നൈനു മതി എന്ന് പറഞ്ഞിട്ട് നൈനു പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ട് മാത്രം കളിച്ചു കേട്ടോ കുറേ സമയം. ശരിക്കും പറഞ്ഞാൽ ആ പണ്ടത്തെ ഒരു നൊസ്റ്റ് ഫീലില്ലേ, അതുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ എല്ലാം ചെറുപ്പത്തിലെ ഞങ്ങളിങ്ങനെ ആടുന്ന സമയത്ത് 2 ഭാഗം ഇങ്ങനെ ടച്ച് ആവില്ലേ, അതൊരു കോമ്പറ്റീഷൻ ആയിരുന്നു. അന്നേരം പറയും അയ്യോ കുണ്ടി പോച്ചേ എന്ന് പറയും. അത് കഴിഞ്ഞ് നൈനു ഒറ്റക്കന്നയിലേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ. നൈനു ഒറ്റക്കേ ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ നൈനുൻ്റെ ഒക്കെ കൂടിയിട്ടാ. നമ്മളെ കളി കണ്ടിട്ട് ബാക്കിൽ നിന്ന് ഇളയപ്പന് വീഡിയോ എടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് ഇരുന്നിട്ട് കറങ്ങുമ്പോൾ നമുക്ക് തന്നെ തല കറങ്ങുന്നത്. എന്നിട്ട് ഞാൻ നൈനുവിനോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് തല കറങ്ങുന്നുണ്ടോ, നൈനു തല കറങ്ങുന്നുണ്ടോ എന്ന്. അവൾ അവസാനം വരെ അതിലിരുന്നു. പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ മൊത്തത്തിൽ കറങ്ങുന്ന പോലെ ഫീൽ ചെയ്തു കേട്ടോ. എന്തായാലും മൊത്തത്തിൽ നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചിക്കു വന്ന് കയറി കേട്ടോ. അവന് കൂടുതൽ സമയമൊന്നും ഇരിക്കാൻ പറ്റിയില്ല. തല കറങ്ങുന്നു പറഞ്ഞിട്ട് വേഗം ഇറങ്ങി. വൈകുന്നേര സമയങ്ങളിൽ വന്നാൽ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും നല്ല വൈബാണ് ഇവിടെ.
പിന്നെ ഇവർ ഇരിക്കുന്നതിൻ്റെ ബാക്കിൽ കേട്ടാ സ്കൈ എന്ത് രസമല്ലേ. പിന്നെ ഫോട്ടോ എടുക്കാനും പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അവിടെ ഒരുപാട് പേര് കളിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ വരുമ്പോൾ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച് വന്നതല്ല, അതുകൊണ്ടാണ് വരുന്ന വീഡിയോ ഒന്നും ഇല്ലാത്തത്. അവിടെ എത്തിയിട്ടാകുമ്പോൾ അവിടുത്തെ അറ്റ്മോസ്ഫിയർ എല്ലാം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് വീഡിയോ എടുക്കാം. വൈകുന്നേര സമയങ്ങളിൽ സമയം ചെലവഴിക്കാൻ പറ്റിയൊരു സ്പോട്ടാണിത്. കഴിക്കാൻ എന്തെങ്കിലും വേണമെങ്കിൽ സ്നാക്സോ ഐസ്ക്രീമോ കോഫിയോ ചായയോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടുന്ന് വാങ്ങാൻ വേണ്ടി കിട്ടും. ഇതിൽ തന്നെ കേട്ടോ വരുന്ന വഴിയും പോകുന്ന വഴിയൊക്കെ ഇവിടെ വലിയ ബോർഡുണ്ട്, കയ്യൂർ കയാക്കിംഗ് പാർക്ക് എന്ന് പറഞ്ഞിട്ട്. ഇതൊന്നും വരുമ്പോൾ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റ് കയറി കേട്ടോ, ചോയ്യങ്കോട്. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷം. എന്തായാലും ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തു. പിന്നെ ഞാൻ വീഡിയോയിൽ ഫസ്റ്റ് പറഞ്ഞില്ലേ ഞങ്ങൾ 2 വർഷം മുന്നേ പോയിട്ടുണ്ടെന്ന്, കയാക്കിങ് ചെയ്തിട്ടുണ്ടെന്ന്. ആ വീഡിയോ ഞാൻ ഇടാമെന്ന് പറഞ്ഞില്ലേ, ആ വീഡിയോ ആണിത് കേട്ടോ. സമയത്ത് ഞങ്ങൾ 3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, ഞാനും അലോട്ടനെ ചിക്കും.